ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ലുക്ക്, I have found only this: God has made man upright, but they have sought out many devices. ചില ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് they have sought out many evil schemes or devices. അപ്പോൾ നമ്മുടെ ആ ആദാമ്യ പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവം നമ്മെ നേരുള്ളവരായി സൃഷ്ടിച്ചെങ്കിലും പലപ്പോഴും പാപത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളിൽ കടന്നുപോയി. നിങ്ങൾ എല്ലാവരും അറേഞ്ച്മെൻറ്റുകൾ ഇവിടെ നമുക്ക് അല്പം താമസം വന്നിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ ദൈവസന്നിധിയിൽ ഇവിടെ ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥിച്ചാരംഭിക്കുമ്പോൾ മുതൽ ആ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയായിരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് വി ആർ ഹിയർ ടു വർഷിപ്പ് ഗോഡ്. We are here to give thanks to God, correct? We are not here to see some people or see what some kind of performances were happening. എന്നാൽ ഇവിടെ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. ദൈവം നേരുള്ളവരായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങൾ അന്വേഷിച്ചു വരുന്നു. എന്നാൽ അതിനൊരു പരിഹാരമുണ്ട് കേട്ടോ. അതിന് ഒരു പരിഹാരം ദൈവവചനത്തിൽ തന്നെ പറയുന്നുണ്ട്. ലൂക്കോസ് 11:9 നമ്മൾ ഇങ്ങനെ കാണുന്നു: ആസ്ക്, ഇൻ ഷോർട്ട് വി ക്യാൻ സേ ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ തുറക്കപ്പെടും. അവിടെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നു. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്സനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. What it is written, usually when we talk about ask, seek and knock, we think about the worldly wealth, riches or positions, correct? But here the Holy Spirit is very clearly written what we should ask and what we should seek and what we should knock, only for the Holy Spirit. Once the Holy Spirit is in your life, in my life, then all the things will be added up. Hallelujah. അത് ദൈവവചനം അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് 12:29 നമ്മൾ കാണുന്നു: എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് എന്ത് ചെയ്യരുത്, ചഞ്ചലപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഫോർ ഓൾ ദീസ് തിങ്സ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് ചേസ് ആൻഡ് യുവർ ഫാദർ നോസ് ദാറ്റ് യു ഹാവ് നീഡ് ഓഫ് ദീസ് തിങ്സ്, ബട്ട് സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഓൾ ദീസ് തിങ്സ് വിൽ ഓൾസോ കം ടു യു. Do not be afraid, little flock, for it is your Father's good pleasure to give you the kingdom. ഇന്ന് രാവിലെ കാലം ദൈവസന്നിധിയിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തെ അന്വേഷിക്കുക, ആ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുക, അല്ലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ദൈവം നമുക്ക് എന്ത് തരും? ഇത് ഒക്കെയും ദൈവരാജ്യത്തെ അന്വേഷിക്കുന്ന എല്ലാവർക്കും എന്ത് തരും? ദൈവം അതിനോടുകൂടി ഇതൊക്കെയും നൽകിത്തരും. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവസന്നിധിയിലേക്ക് അല്പസമയം ഗാനത്തിൽ കൂടി ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. ആദ്യത്തെ ഗാനം ഇങ്ങനെയാണ് പറയുന്നത്: യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കണം. It is written that through your inner eyes you should see the Lord Jesus Christ. That is so beautiful. And I am also lead me to become your disciple.
അങ്ങനെയാണ് ആ പാട്ടിൻ്റെ അർത്ഥം പറയുന്നത്. ഞാനിത് പറയുന്നത് നമ്മുടെ തലമുറകളുണ്ടല്ലോ, നിങ്ങൾ ആ അർത്ഥം മനസ്സിലാക്കി പാടണം. അതാണ് അതിൻ്റെ അർത്ഥം അവിടെ കാണുന്നത്. പിന്നെ അവിടെ തുടർന്ന് പറയുന്നു, സ്നേഹമാ നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ. Once you see the love of Jesus Christ, you cannot lead a love without any love towards others. That is what is written. So once you see the love of Jesus Christ, that same love will propagate from your life to others. ദഹിപ്പിക്കണം എന്നെ അശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. അത് അനുഗ്രഹിക്കപ്പെട്ട ആ നാഗൽ സാഹിബ് എഴുതിയ ഒരു ഗാനമാണ്. ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഗാനങ്ങളെ പാടി നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാം. അതിനായിട്ട് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. യേശുവേ, നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം.
മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായ നമ്മുടെ ശ്രേഷ്ഠ കർത്താവ്, ആ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സ്വർഗീയ സന്നിധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ സുന്ദരനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അനുദിനം നിൻ ദിവ്യ സൗന്ദര്യം എന്നെ ആമോദമാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? When I look unto you, Lord Jesus, every day I will be renewed in my spiritual life. അതാണ് അവിടെ പറയുന്നത്, ദാസൻ എഴുതിയിരിക്കുന്നത്. That is my entire happiness. I don't have any other happiness in this world other than you, O Lord Jesus Christ. Is it possible today, each and everyone who is standing here today, can you submit yourselves and tell, oh Lord, my happiness is in you, in your word. ദൈവസന്നിധിയിലും യേശു ക്രിസ്തുവിലും മാത്രമാണോ നമ്മുടെ ആമോദം, അതോ മറ്റുള്ള കാര്യങ്ങളിലാണോ? അതാണ് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങളെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ നിന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ മാതൃരാജ്യം ഉൾപ്പെടെ അനേകർക്ക് ഈ സ്വാതന്ത്ര്യം ഇല്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞു, എല്ലാ ദൈവമക്കളും എല്ലാ ദൈവസഭയും പീഡിപ്പിക്കപ്പെടുന്ന ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പൗലോസ് പോലും അത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മളിപ്പോൾ ആരാധന ഇങ്ങനെ നടക്കുന്നു, എന്നാൽ സഡൻലി ജസ്റ്റ് ഇമാജിൻ ദ വർഷിപ്പ് ഈസ് ഗോയിങ് ഓൺ ആൻഡ് സഡൻലി സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബാർജ് ഇൻ ടു ദിസ് പ്ലേസ് ആൻഡ് ദേ try to disrupt the worship service. How you feel? And they will threaten you or even arrest you. It is happening right now when we are doing this in other parts of the world. Oh my dear children of God, I am asking you, please pray for them in your personal prayers. As a church, നമ്മൾ അവരെ മറന്നു കളയരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സ്വാതന്ത്ര്യത്തോടെ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, 2 കൊരിന്ത്യൻസിലെ അതിൻ്റെ 1st ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ, ആസ്യയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. Just see, even in the 1st century, the people of God, the children of God, the saints went through severe persecution. It is not a new thing to the church of God. Oh, hallelujah. But Satan is trying every time. All the worldly people, they don't know about the church history. Every time, starting from the 1st century, the church went through severe persecution. It is written right in the Bible by Apostle Paul. അവിടെ എഴുതിയിരിക്കുന്നു, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ, that is the thing, what we should do, we should encourage them in with our prayers. Hallelujah. It is written like this, for you also helping together by prayer for us, so that many people will give thanks on our behalf for the gift of grace granted to us through the prayers of many. So what we should do, children of God, everybody, we should pray for the persecuted church. We pray for ourselves, of course that is needed, but at the same time we should pray for the
persecuted church in this entire world. Different parts of the world, people are going through even severe persecution. Even in this country, you know how things are going on. The bills or whatever, the freedom of expression is getting affected. But we should keep on praying. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. നീ ഭയപ്പെടേണ്ട. നമുക്കറിയാം, നമ്മളത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ദിസ് ഭയപ്പെടേണ്ട എന്നുള്ള വാക്യം, ഡോണ്ട് ഫിയർ, ഡോണ്ട് സ്കെയർ, ഫിയർ നോട്ട് എന്നുള്ള ആ വേർഡ് 365 അതിൽ പരം തവണകളിൽ ആയിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും നമുക്ക് പറയാൻ സാധിക്കും, ഭയപ്പെടേണ്ട. ലെറ്റ് ഇറ്റ് ബി അവർ പേഴ്സണൽ ലൈഫ്, ലെറ്റ് ഇറ്റ് ബി യുവർ ജോബ് ഓർ the sickness or other relationships or political instability or economic instability, whatever be the case. ഇന്ന് ദൈവാത്മാവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. Do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you. Yes, I will help you. Yes, I will uphold you with my righteous hand. എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഭയപ്പെടാതെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും, നമ്മുടെ വിചാരങ്ങളെയും, നമ്മുടെ പ്രാർത്ഥനകളെയും എല്ലാം ദൈവസ്ഥനിലേക്ക് ഒന്ന് ഏൽപ്പിച്ച്, ഫിയർ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ദൈവസ്ഥനിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവനോട് ചേർന്ന് 2 പാട്ടുകൾ ചേർന്ന് പാടി, ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആ പാട്ടുകളെ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലോ ഭയപ്പെടേണ്ടിയോ, ചുള നിന്നെ മൂടിയെന്നാലോ ഭയപ്പെടേണ്ടിയോ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലോ ഭയപ്പെടേണ്ടിയോ, ചുള നിന്നെ മൂടിയെന്നാലോ ഭയപ്പെടേണ്ടിയോ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കുപിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയും, കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിയും.
തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. മമ്രയുടെ മലയിൽ നിറഞ്ഞു നിന്ന യിസ്ഹാക്കിൻ ദൈവത്തിനാരാധന. ഓ ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗൃഹത്തിൽ വീരപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. ഓ ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നാദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന. കർമ്മേൽ എന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രയീമെന്ന ദേശത്തിൽ മുഴങ്ങി നിന്ന മോശെയുടെ ദൈവത്തിനാരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിനാരാധന. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ഓ ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന, ആരാധന, യാഗെന്ന ദൈവത്തിനാരാധന. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന, ആരാധന, യാഗെന്ന
യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ. ആരാധന അങ്ങേക്ക്, സർവ്വപുകഴ്ച അങ്ങേക്ക്, ഹല്ലേലൂയ, സർവ്വബലം അങ്ങേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ലഭിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അതേ, കൃപ ലഭിച്ചതിനാട് സ്തോത്രം, ദയ ലഭിച്ചതിനാട് സ്തോത്രം ഞങ്ങൾ സ്തുതിക്കുന്നു. ക്ഷമ ലഭിച്ചതിനാട് സ്തോത്രം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നന്മ ലഭിച്ചതിനാട് സ്തോത്രം. താങ്ക് യു ലോർഡ് for your grace. We receive your grace, we receive your mercy Lord, we receive your forgiveness O Lord. Oh, we receive your blessings O Lord. Because of that we are worshiping you Lord. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിനാട്ട് സ്തോത്രം. കർത്താവേ, ആരാധനയുടെ തുടർന്നുള്ള ഭാഗങ്ങളെ വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയാ ഞങ്ങളെ നിറച്ചാട്ടെ. മാനവ മഹത്വം എടുക്കണം. സകലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.